പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. അഭിഷേകാന്തി വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ ഈ നല്ല ദിവസം, കർത്താവ് ദിവസം, ഞായറാഴ്ച ദിവസം ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഓർക്കാണ്, ഞാൻ ഇത്രയും വർഷക്കാലം ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചനോട് ശുശ്രൂഷയിൽ ഇങ്ങനെ നിന്നപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ച കാര്യം, അച്ഛൻ പരിശുദ്ധാത്മാവിൻ്റെ, വട്ടാലച്ചനെ കുറിച്ചാണ് പറയുന്നത്, വട്ടാലച്ചൻ പരിശുദ്ധാത്മാവിൻ്റെ കുഞ്ഞു പ്രേരണകളെ പോലും കണ്ണടച്ചങ്ങ് അനുസരിക്കും. ഓരോ വചനത്തെ കണ്ണടച്ച് വിശ്വസിക്കും. അതുകൊണ്ട് ഓരോരോ മേഖലകളിൽ ശുശ്രൂഷകളിൽ സഹിയോനെയും സമസ്ത മിനിസ്ട്രികളെയും കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വളരെ സത്യമാണ് കേട്ടോ. യെശയ്യാ പ്രവചനത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ അതിന് 9-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം നമുക്ക് നേരിട്ട് പറയാം. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല, സുസ്ഥിതി ലഭിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? സുസ്ഥിതി ലഭിക്കും. വിശ്വസിക്കാന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് കണ്ണടച്ച് നിഷ്കളങ്കമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇത്രയും വർഷക്കാലം ഈ ധ്യാന ശുശ്രൂഷകളിലൊക്കെ വ്യാപരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ബുദ്ധിമാന്മാരുണ്ട്, പഠിപ്പുണ്ടവരുണ്ട്, ഒരുപാട് അറിവുകളുള്ളവരുണ്ട്, സാധാരണ മനുഷ്യരുണ്ട്, അങ്ങനെ പല ഗണത്തിലുള്ള ആൾക്കാർ ധ്യാനത്തിന് വരും. പഠിപ്പ് മോശമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും അവരിൽ ചില വ്യക്തികൾ സിമ്പിളായിട്ട് നിഷ്കളങ്കമായിട്ട് നിങ്ങൾ വിശ്വസിക്കും. ദൈവമേ, അതുപോലെ ദൈവം അനുഗ്രഹിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ നാളുകളിൽ കുറവലങ്ങാട് ഒരു വൺഡേ ശുശ്രൂഷയുള്ളത് നിങ്ങൾക്കറിയാം. PDMൻ്റെ ഒരു ശുശ്രൂഷയാണത്. എല്ലാ 2-ാം വെള്ളിയാഴ്ചകളിലെ സായാഹ്നത്തിലാണ്, സായാഹ്ന കൺവെൻഷനാണിത്. ആ ശുശ്രൂഷകളിൽ ഒരു സഹോദരി വന്ന് പറഞ്ഞ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഈ വചനത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നു. ആ സഹോദരിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ICUവിൽ കയറി ഒരു ചെറിയ അനസ്തീഷ്യയൊക്കെ എടുത്ത് അതുപോലത്തെ ഒരു ഞെരുക്കമായിരുന്നു. അതായത് പ്രസവത്തോടു കൂടി അവിടെ എന്തൊരു പ്രശ്നം പറ്റി, യൂറിനറി ആ ട്യൂബിൽ കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞാൽ ഇത് ലാസ്റ്റ് ജീവിതത്തിൻ്റെ അവസാനം വരെ ഇങ്ങനെയായിരിക്കും എന്നുള്ള അവസ്ഥയായിരുന്നു. എന്നാൽ ആ സഹോദരി ചെറിയൊരു വാട്സപ്പ് ടോക്ക് കേട്ട് സിമ്പിളായിട്ട് അങ്ങോട്ട് വിശ്വസിച്ച് കർത്താവിൽ അങ്ങ് വിശ്വസിച്ചു. അതേപോലെ ദൈവം അങ്ങനെ അറിയുന്നു. ആ സാക്ഷ്യം നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് എൽസ, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നതാണ്. എനിക്ക് കിട്ടിയൊരു അത്ഭുതം, ഈ 2022 ജൂലൈയിൽ എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാറ്റി വെക്കേണ്ട വന്ന്. 2012 ഞങ്ങളുടെ വിവാഹം. അത് കഴിഞ്ഞ് 2014 മോനുണ്ടായപ്പോൾ BP പെട്ടെന്ന് കൂടിയതുകൊണ്ട്
എല്ലാം വേഗം ചെയ്യേണ്ടി വന്നതുകൊണ്ട് എൻ്റെ യൂറിൻ്റെ ട്യൂബിന് കംപ്ലൈൻറ്റ് വന്ന്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞപ്പോൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഭയങ്കര വേദനയും ബുദ്ധിമുട്ടുമായിരുന്നു. അങ്ങനെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ 3 കൊല്ലം കഴിഞ്ഞ് ബ്ലീഡിങ് ആയി. അങ്ങനെ അത് കാണിച്ചപ്പോൾ 2014 കഴിഞ്ഞിട്ട് പിന്നെ 3 കൊല്ലം അത്ര വർഷം വേദനയായിരുന്നു. അങ്ങനെ ഡോക്ടറിനെ ബ്ലീഡിങ് ആയി. അങ്ങനെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ബ്ലാഡറിൽ യൂറിൻ കെട്ടിക്കിടക്കണമെന്നും യൂറിൻ്റെ ട്യൂബ് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് യൂറിൻ ബാഗ് ഇടാനും പറഞ്ഞു. അങ്ങനെ അത് ചെയ്ത് പിന്നെ ലൈഫ് ലോങ് എനിക്ക് എല്ലാ മാസവും ഇങ്ങനെ മിനി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി യൂറിൻ ഡയലറ്റേഷൻ ചെയ്യേണ്ടിയും വന്നു. എല്ലാ മാസവും മിനി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി യൂറിൻ ഡയലറ്റേഷൻ അതുപോലെ എല്ലാ മാസവും ചെയ്യേണ്ടി വന്നു. ലൈഫ് ലോങ് അങ്ങനെ ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നു. അങ്ങനെ എല്ലാ മാസവും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെയും ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടിയും ബ്ലീഡിങ് വന്ന് അപ്പോൾ പിന്നെയും തിയേറ്ററിൽ കയറി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. പിന്നെയും 3ാമതും വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു മേജർ സർജറി ഉണ്ട്, വായയിൽ നിന്ന് തൊലി എടുത്തിട്ട് നമ്മുടെ യൂറിൻ ട്യൂബിൻ്റെ അവിടെ വെച്ച് കൊടുക്കണം സർജറി. പക്ഷെ 85% അതിനകത്ത് വിജയിക്കാൻ പറ്റുള്ളൂ. വായിൽ നിന്ന് തൊലി എടുത്തിട്ട് യൂറിൻ പാസ് ചെയ്യുന്ന ട്യൂബിൽ അത് ഒട്ടിച്ചു കൊടുക്കുന്ന ഒരു മേജർ സർജറി ഉണ്ട്. 85% അങ്ങനെ ചെയ്താൽ ഒരു വിജയം ഉണ്ടാകുള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു. 2 മണിക്കൂർ നീളുന്ന സർജറി ആയിരുന്നു. അപ്പോൾ യൂറിൻ ബാഗ് 2 ആഴ്ചത്തോളം ഉണ്ടാവും. പിന്നെ വായല വ്രണം കുറച്ച് നാൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ഓരോ പ്രാവശ്യവും ഇങ്ങനെ അനസ്തേഷ്യ തരണം? അനസ്തേഷ്യ തരണം. അപ്പൊ മാസത്തിൽ ഒരു പ്രാവശ്യം തരുന്നത് ലോക്കൽ അനസ്തേഷ്യയാണ്. അത് നമുക്ക് വേദനയായിരിക്കും. ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ 2-3 ദിവസം യൂറിൻ പാസ് ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് ഭയങ്കര വേദനയായിരിക്കും. ഓരോ മാസവും ചെറിയ നടക്കുമ്പോൾ അതിന് ചെറിയൊരു അനസ്തേഷ്യ കൊടുക്കണം. പിന്നെ ഇത് മേജർ സർജറി. എന്നിട്ട് അപ്പം ഞാനിങ്ങനെ എൻ്റെ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ വൈഫാണ് അച്ഛൻ്റെ ടോക്ക് ഇങ്ങനെ കാണാൻ പറഞ്ഞതും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു യൂറിൻ്റെ ഇങ്ങനെ തന്നെ പ്രശ്നവും ബുദ്ധിമുട്ടുള്ളൊരു ചേട്ടൻ്റെ തന്നെയാണ് എനിക്കും തന്നത്. അങ്ങനെ ഞാനത് കണ്ട് ടോക്ക് അയച്ചതല്ലേ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇവരിങ്ങനെ പിന്നെ മേജർ സർജറിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ സമയത്ത് ഇവരുടെ ചേട്ടൻ്റെ ഭാര്യ അല്ലേ, ചേട്ടൻ്റെ ഭാര്യ ഒരു എപ്പിസോഡ് അയച്ചു കൊടുത്തു. ആ എപ്പിസോഡ് ഇതാണ്: ഇതേപോലെ യൂറിൻ കംപ്ലൈൻ്റ് ഉള്ള അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം പ്രാപിച്ച ഒരു ടെസ്റ്റിമണി അടങ്ങിയ ഒരു എപ്പിസോഡ് അയച്ചു കൊടുത്തു. എന്നിട്ട് കണ്ട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അത് ഞാൻ കുറേ പേർക്ക് അയച്ചു കൊടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കണ്ട് ഒരുപാട് പേര് അത് കണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയാണ് സർജറിക്ക് പോയത്. അപ്പോൾ സർജറിക്ക് മുമ്പ് ഇത് കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയി. എന്നിട്ട് സർജറിക്ക് കയറി അനസ്തേഷ്യ തന്നു. വെന്റിലേറ്ററിലോട്ട് മാറ്റി അവര്. അത് കഴിഞ്ഞ് ഡോക്ടർ ചെക്ക് ചെയ്തപ്പോ എന്റെ ട്യൂബിന് ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഓപ്പറേഷൻ ഒന്നും ചെയ്തില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നോക്ക് സഹോദരങ്ങളെ, ലൈഫ് ലോങ് എല്ലാ മാസം ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന സ്ഥിതിയിലായിരുന്നു എന്നൊക്കെ സഹോദരങ്ങളെ. അപ്പം നോക്കിയേ, ഇപ്പം ഇവർക്ക് ആ എപ്പിസോഡ് അയച്ചു കൊടുത്ത ഒരു കുടുംബം അല്ലേ, ചിന്തിച്ചു നോക്ക്. അവർക്ക് പറയാം ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. നിങ്ങൾക്ക് സംഭവം മനസ്സിലായി. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് ചെറിയ ടോക്കില്ലേ, അത് കേട്ടാൽ നിങ്ങളെല്ലാം വരുന്നത്. ആ ടോക്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഫേസ്ബുക്കിൽ യൂട്യൂബിൽ വരുന്ന ടോക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അവർക്ക് പറയാം ഹല്ലേലൂയാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര നാളായി ഇതെല്ലാം കഴിഞ്ഞിട്ട്? 5-6 മാസം കഴിഞ്ഞു. പിന്നെ ഇന്നേ വരെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നിട്ട് അവർ എറണാകുളത്തുനിന്ന് പിന്നെ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി വരണ്ടെന്നും പറഞ്ഞു ഡോക്ടർ. ഡോക്ടർ പറഞ്ഞു ഇനി വരണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു ഇനി കേസ് കെട്ടും പറഞ്ഞു വരണ്ട. കാരണം പുതിയ ഒരു ട്യൂബ് പോലെ ദൈവം അത്ഭുതം ചെയ്ത് അനുകരിച്ചു. നോക്ക സഹോദരങ്ങളെ, ഈ സഹോദരി സിമ്പിളായിട്ട് വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അപ്പോൾ നോക്കിയാൽ സാക്ഷിയൊക്കെ പറയുമ്പോൾ എന്തുമാത്രം നന്മയുണ്ടാകും ചിന്തിച്ചു നോക്ക്. സാക്ഷ്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് വചനമൊക്കെ അയച്ചു കൊടുക്കും, എന്തുമാത്രം ദൈവം പ്രവർത്തിക്കുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയാ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഓരോ സാക്ഷ്യങ്ങളും പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തിയ ആ സെക്കൻഡിൽ തന്നെ സമൂഹത്തിന് അനേകം പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നത് സജീവ ധ്യാനകേന്ദ്രത്തിൽ വർഷങ്ങളായി ധ്യാനത്തിന് സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഹല്ലേലൂയാ. ഇന്നും അത് സംഭവിക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് കർത്താവ് അനേകം രോഗികളെ ഈ ശുശ്രൂഷ സമയത്ത് സുഖപ്പെടുത്തും. ഈ സമൂഹത്തിൽ ഇതുപോലെ വിഷമം അനുഭവിക്കുന്ന അനേകരെ കർത്താവ് തൊട്ടും.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വല്ല ഞെരുക്കത്തിൻ്റെ, സഹനത്തിൻ്റെയും തകർച്ചയുടെയും തടസ്സങ്ങളുടെ നടുവിലൂടെ പോകുന്നവരെ ഈ പ്രാർത്ഥന സമയത്ത് കർത്താവ് അവരുടെ ജീവിതത്തിൽ ഇടപെടും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കാര്യങ്ങൾ ഉയർത്തി നന്നായിട്ട് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 4-ാമത്തെ അധ്യായത്തിന്റെ വചനം ദൈവമേ ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കുന്നു. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കാൻ തക്കവിധം അവിടുന്ന് ഇപ്പോൾ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്ക 6:19 അവരിന്ന് ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തി എന്നുള്ള വചനം ഇപ്പോൾ സമൂഹത്തിലേക്ക് അയക്കുന്നു. 107 സങ്കീർത്തനത്തിന്റെ വചനം അവിടുന്ന് അവരെ വചനം അയച്ച് വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഓ ദൈവമേ, അത്ഭുതകരമായ സൗഖ്യത്തിന്റെ ശക്തി, സൗഖ്യത്തിന്റെ അഭിഷേകം ഇപ്പോൾ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ, കൈയടിച്ച് സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ, മാറാതീരാവ്യാധികളിൽ സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന കൈകാൽ മുട്ടുകളിൽ സൗഖ്യം പ്രാപിക്കട്ടെ, മാറാതീരാവ്യാധികളിൽ സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന കൈകാൽ മുട്ടുകളിൽ സൗഖ്യം പ്രാപിക്കട്ടെ, അത്ഭുതമൊഴുകും കൈകൾ ഞങ്ങളെ എത്തണമേ, അത്ഭുതമൊഴുകും കൈകൾ ഞങ്ങളെ. കാര്യങ്ങൾ ഉയർത്തി വീണ്ടും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, അവിടുന്ന് ഇപ്പോൾ കരം നീട്ടണമേ. കർത്താവേ, അവിടുന്ന് കരം നീട്ടണമേ. തിന്മകളെ ശാസിക്കണമേ. പൈശാചിക ബന്ധനങ്ങൾ ഒഴിപ്പിക്കണമേ. അത്ഭുതകരമായ ശക്തി വ്യാപരിപ്പിക്കണേ. ഹല 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 ഹല. ഓ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കുന്ന സ്ഥലത്ത് കർത്താവേ, വലിയ വിടുതൽ, വലിയ വിടുതൽ, വലിയ വിടുതൽ വ്യാപരിക്കട്ടെ. അന്വേഷിക്കണമേ പരിശുദ്ധാത്മാവേ, അന്വേഷിക്കണമേ പരിശുദ്ധാത്മാവേ, അന്വേഷിക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയേക്കണമേ പരിശുദ്ധാത്മാവേ, ആദിയിലെ ജനകോടികൾ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ, ആദിയിലെ ജനകോടികൾ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ, അത്ഭുതമൊഴുകും കൈകൾ ഞങ്ങളെ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ ഞങ്ങളെ നീട്ടണമേ. കാര്യങ്ങൾ ഉയർത്തി വീണ്ടും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഇപ്പോൾ ഓരോ രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ശരീരത്തെ രോഗമുള്ള ഓരോ ഭാഗങ്ങളും ഇപ്പോൾ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ശരീരത്തെ രോഗമുള്ള ഓരോ ഭാഗങ്ങളും ഇപ്പോൾ യേശുവിന്റെ നാമം അയക്കുന്നു, ഈശോയുടെ വചനം അയക്കുന്നു, ഈശോയുടെ കുരിശിന്റെ അടയാളം അയക്കുന്നു. കർത്താവേ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗത്തിന് കാരണമായിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ദുർസ്വാധീനങ്ങളെയും ദുർപീഡകളെയും രോഗാണുക്കളെയും പൈശാചിക ബന്ധനങ്ങളെയും എല്ലാ പാപ ദുർപീഡകളെയും യേശു നാമത്തിൽ ബന്ധിക്ക് വിട്ടോടെ. ഓ കർത്താവായ ദൈവമേ, മനസ്സ് തകർന്ന് ജീവൻ നഷ്ടപ്പെട്ട് കർത്താവെ വലിയ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുകയാണ്. എല്ലാ തരത്തിലെ മനസ്സിന്റെ കെട്ടുകൾ മാറി വിടുതൽ പ്രാപിക്കട്ടെ. ആരാധന 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 ആരാധന. കർത്താവേ, നാളുകളായി തടസ്സങ്ങൾ, നാളുകളായി ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നാളുകളായി കർത്താവ് അടഞ്ഞു കിടക്കുന്ന ജീവിതങ്ങൾ ഈശോയുടെ നാമത്തിൽ തുറക്കം വരട്ടെ. വിടുതൽ പ്രാപിക്കട്ടെ. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന ആരാധന ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം രക്ഷപ്പെടാൻ തുറന്നു പറയുക. സന്തോഷത്തോടെ പറയാം. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. രക്ഷപ്പെടാൻ തുറന്നു പറയുക.
ഞാൻ ഓർക്കാണ്, മൈനസ് പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഓർമ്മ, ഞങ്ങളെ ധ്യാനിപ്പിച്ച തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട ഒരു അച്ഛൻ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. കുറ്റം സമ്മതിച്ചാൽ ഈ ലോകത്തിൽ വെറുതെ വിടുന്ന ഏക കോടതിയാണ് കുമ്പസാര കോടതി. ഈ ലോകത്തിൽ ഏത് കോടതിയുടെ കാര്യം ചിന്തിച്ചു നോക്കാം. തെറ്റ് സമ്മതിച്ചു കഴിഞ്ഞാൽ ഉടനെ ശിക്ഷ വിധിക്കും. തെറ്റ് സമ്മതിച്ചു കഴിഞ്ഞാൽ തുടനെ പരിഹാരം ചെയ്യേണ്ടി വരും. എന്നാൽ കുമ്പസാര കോടതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരാള് തെറ്റ് സമ്മതിച്ചു കഴിഞ്ഞാൽ ആ ഒറ്റ കാരണം കൊണ്ട് കുറ്റവാളിയെ വെറുതെ വിടുന്ന ഏക കോടതിയാണ് കുമ്പസാര കോടതി. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യം എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കുമ്പസാരത്തിലൂടെ തുറന്ന് പറഞ്ഞ് കൃപ നേടുന്ന ഒരു അഭിഷേകത്തിൽ വളരണം എന്നുള്ളതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന വചനവുമാണ്, എങ്കിലും നമുക്ക് ഒരുമിച്ച് വായിക്കാം. അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ച് വരുന്നു, ഒന്നും കാണുന്നില്ല, അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടി അത് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ നട്ടുപിടിപ്പിച്ച അത്തിവൃക്ഷത്തിൻ്റെ അടുത്ത് കർത്താവ് എന്തെങ്കിലും ഫലമുണ്ടാകും എന്ന് വിചാരിച്ച് വരികയാണ്. കർത്താവാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ഫലവും കണ്ടില്ല. ഉടനെ കർത്താവ് പറഞ്ഞു, എന്തിനാ വെറുതെ നിലം പാഴാക്കുന്നത്, വെട്ടിക്കളഞ്ഞേക്കുക. ഉടനെ കൃഷിക്കാരൻ പറയുന്നത് എന്താ, കർത്താവേ, ഞാൻ ഇതിൻ്റെ ചുവടൊന്ന് കിളച്ച് 1 വർഷം കൂടെ നോക്കാം, അതിൻ്റെ ചുവട് കിളയ്ക്കാം, വളമിടാം, പിന്നെ എന്താ അതിനെ വെള്ളം ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് 1 വർഷം കൂടെ നോക്കിയിട്ട് അതിന് ഫലമില്ലെങ്കിൽ അത് വെട്ടിക്കളയാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വർഷം നമ്മൾ ഓരോരുത്തരുമാണ്. ഇനി ഇങ്ങനെ ചിന്തിക്കുക, ഈ വർഷം അറിയുന്നുണ്ടോ ഇതെൻ്റെ അവസാനത്തെ ചുവടുകളെയാണെന്ന്? ഈ വർഷം അറിയുന്നുണ്ടോ ഇതെൻ്റെ അവസാനത്തെ വളവിടിയിലാണെന്ന്? ഈ വർഷം അറിയുന്നുണ്ടോ ഇതെൻ്റെ അവസാനത്തെ വെള്ളമൊഴിക്കലാണെന്ന്? എന്ന് പറയുന്നത് പോലെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുദപിക്കാനും കുമ്പസാരിക്കാനും ഏറ്റുപറയാനും തിരിച്ചു വരാനും ദൈവം നൽകുന്ന അവസരങ്ങൾ വെറുതെ പാഴാക്കി കളയരുത്. ഒരു പക്ഷേ അതൊരു അവസാനത്തെ അവസരമാകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കോവിഡ് മഹാമാരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്നില്ല. ഒരുപക്ഷെ കഴിഞ്ഞ ഞായറാഴ്ച അഭിഷേകാന്തി കണ്ട പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ഈ അഭിഷേകാന്തി കാണുന്ന പലരും അടുത്ത ഞായറാഴ്ച ഉണ്ടാവണം നിർബന്ധമില്ല. അതുകൊണ്ട് ദൈവം ധ്യാനം കൂടാൻ നൽകുന്ന അവസരങ്ങൾ, പ്രാർത്ഥിക്കാൻ നൽകുന്ന അവസരങ്ങൾ, വചനം കേൾക്കാൻ നൽകുന്ന സാഹചര്യങ്ങൾ, കുർബാനയ്ക്ക് പോകാൻ പറ്റുന്ന അവസരങ്ങൾ, ഇതെല്ലാം ദൈവം തരുമ്പോൾ ഓർക്കണം എൻ്റെ സഹോദരങ്ങളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃപ പ്രാപിക്കാൻ വേണ്ടി ദൈവം ചില കാലഘട്ടം ചില സമയം കൂട്ടി തന്നിരിക്കുക എന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ ദൈവം കരുണയുടെ കാലം നീട്ടി തരുന്ന സമയം കഴിഞ്ഞ് കരുണയുടെ വാതിൽ അടയ്ക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് വിചാരിച്ചാൽ പിന്നെ ഏറ്റുപറയാനോ മാനസാന്തരപ്പെടാനോ കുമ്പസാരിക്കാനോ ഒരുങ്ങാനോ പറ്റാത്ത ഒരു സാഹചര്യവും വരാം. ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 44-ാം തിരുവചനം, Gospel of St. Luke chapter 19 verse 44 നമുക്ക് വായിക്കാം. നിന്നെ നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും, എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പണ്ട് സോദോം ഗൊമോറയെ നോക്കി എന്നതുപോലെ ജെറുസലേമിനെ നോക്കി കർത്താവ് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവ് അവസാനമായി നിന്നെ സന്ദർശിക്കാൻ വന്ന സമയം നീ അറിഞ്ഞില്ല.
Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ, ഒരു പക്ഷേ ദൈവം നമുക്ക് തരുന്ന ചില അവസരങ്ങൾ ഏറ്റവും അവസാനത്തേതാകാം. നാളെ ആകട്ടെ, പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. രക്ഷപ്പെടാനുള്ള മാർഗമാണ് കുമ്പസാരം, ഏറ്റുപറച്ചിൽ, തുറവി. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ, ഈ ഒരു പകർച്ചവ്യാധി അല്ലെങ്കിൽ കോവിഡ് കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് അനേകം വ്യക്തികളുടെ ജീവിതങ്ങളിൽ ഒരു താല്പര്യമില്ലായ്മ, ഇതൊക്കെ ഓൺലൈനായിട്ട് കണ്ട് ഒരു പ്രാക്ടീസ് ഇല്ലാതെയൊക്കെ പോയി ഇനിയൊന്നും കുഴപ്പമില്ല എങ്ങനെയെന്ന് വിചാരിച്ചിരിക്കരുത്. വചനം വെച്ച് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. ഹെബ്രായ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിന്റെ 17-ാം തിരുവചനം, ഹീബ്രൂസ് ചാപ്റ്റർ 12:17, പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. പഴയ നിയമത്തിൽ ഏസാവിനെ കുറിച്ചൊക്കെ വെളിപ്പെടുത്തുന്ന തിരുവചനഭാഗമാണ്. പിന്നീട് ഏസാവ് പല പ്രാവശ്യം അനുദപിക്കാൻ ആഗ്രഹിച്ചെങ്കിലും തിരിച്ചു വരാൻ ആഗ്രഹിച്ചെങ്കിലും അവസരം ലഭിക്കുന്നില്ല. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ കൈമോശം വരച്ച് കളയരുത്, അത് നശിപ്പിച്ച് കളയരുത്. എന്ന് പറഞ്ഞാൽ ഈ കുമ്പസാരത്തിലൂടെ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കുമ്പസാരത്തിലൂടെ ഒരു വ്യക്തിക്ക് പാപക്ഷമ മാത്രമല്ല, പിന്നെയോ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ കൂടിയാണ് ഒരു വ്യക്തിക്ക് കുമ്പസാരത്തിൽ ലഭിക്കുന്നത്. കുമ്പസാരത്തിൽ ഒരു കുമ്പസാരം എന്നുള്ള കൂദാശ സ്വീകരിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നത് ഇതുവരെയുള്ള നമ്മുടെ പാപങ്ങൾ തുടച്ചു മാറ്റപ്പെടുന്നു എന്നത് മാത്രമല്ല, വീണ്ടും പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു കൃപ കൂടിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് അടുക്കൽ കുമ്പസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൃപ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ പാപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളിൽ ദൈവകൃപ കുറയുമ്പോഴുണ്ടാകുന്ന ഒരടയാളം മാത്രമാണ് പാപം. അടയാളം മാത്രമാണ് പാപം. സിൻ ഈസ് ഓൺലി എ സൈൻ ഓഫ് ലാക്ക് ഓഫ് ഗ്രേസ്. ഒരാളിൽ ദൈവകൃപ കുറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പാപം പ്രത്യക്ഷപ്പെട്ട് വരും. ഉദാഹരണം പറയാം, അതായത് വെളിച്ചം മങ്ങുന്നതിനനുസരിച്ച് ഇരുട്ടിന്റെ കട്ടി കൂടി വരുന്നത് പോലെ കൃപ കുറയുന്നതിനനുസരിച്ച് ഒരാളിൽ പാപം പതുക്കെ തലപൊക്കി തുടങ്ങും. നമ്മൾ നല്ലൊരു ധ്യാനം കൂടി, നല്ലൊരു കുമ്പസാരം നടത്തി കുറച്ച് കാലങ്ങൾ വലിയ കുഴപ്പമില്ലാതെ കണ്ടുപോകും. പിന്നെയോ പതുക്കെ കുമ്പസാരം കുറഞ്ഞു, പ്രാർത്ഥന കുറഞ്ഞു, കൃപ കുറഞ്ഞു, വീണ്ടും പാപം പതുക്കെ തലപൊക്കാൻ വേണ്ടി തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയാണ്, എന്റെ ശരീരത്തിന് മുള്ള് നാളുകളായി വിട്ടുപോകുമ്പോട്ട് പോകുന്നില്ല. അപ്പൊ എന്താ കർത്താവ് പറയുന്നത്? നിനക്കെന്റെ കൃപ മതി എന്നല്ലേ കർത്താവ് വെളിപ്പെടുത്തുന്നത്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ അതാണ് വെളിപ്പെടുത്തുന്നത്. അതിന്റെ അവസാനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, പൗലോസേ നീ വിഷമിക്കേണ്ട, നിനക്കെന്റെ കൃപ മതി, നിനക്കെന്റെ കൃപ മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. നിനക്കെന്റെ കൃപ മതി. അതിന്റെ അർത്ഥം എന്താ? കൃപ നിറഞ്ഞാൽ പാപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അടുക്കൽ കുമ്പസാരിക്കാനുള്ള ഒരാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരണം. അത് നമ്മളെ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ്, രക്ഷപ്പെടാനുള്ള മാർഗമാണ്. കുമ്പസാരത്തെ പാപക്ഷമ മാത്രമല്ല, പിടിച്ചു കല്ലുന്ന കൃപ കൂടിയാണ് ലഭിക്കുന്നത്. അദൃശ്യ പോരാട്ടം എന്ന് പറയുന്ന മനോഹരമായ ഒരു പുസ്തകമുണ്ട്, ഒരു ആത്മീയ പുസ്തകമാണ്. അതിൻ്റെ 144-ാമത്തെ പേജിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: കർത്താവിനോട് കുമ്പസാരിക്കാതെയും അവിടുത്തെ മുന്നിലുള്ള ഹൃദയവർജകമായ അനുതാപത്തിൽ നിങ്ങളുടെ ഹൃദയം നിർമ്മലമാക്കപ്പെടാതെയും പാപം ഒരു നിമിഷം പോലും നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കാൻ ഇടയാക്കരുത്. സാധിക്കുമെങ്കിൽ വൈകുന്നേരം എല്ലാം നിങ്ങളുടെ ആത്മീയ പിതാവിനോട് ഏറ്റുപറയുക. സാധിക്കുമെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ, അല്ലെങ്കിൽ അതിന് അവസരം കിട്ടുമ്പോൾ അത്തരത്തിൽ എല്ലാ സ്വന്തം ആത്മീയ പിതാവിനോട് ഏറ്റുപറയുന്നത് നമ്മുടെ ആത്മീയ പോരാട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതൊരു വിശ്വാസിയാണെങ്കിലും, ഒരു ഫോർമേഷനിലുള്ള വ്യക്തിയാണെങ്കിലും, വൈദികനാണെങ്കിലും, സിസ്റ്റർ ആണെങ്കിലും പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആത്മീയ പിതാവ്, കുമ്പസാരക്കാരൻ. വൈകുന്നേരം കിടക്കാൻ പോകുന്ന ആത്മശോധനയൊക്കെ നടത്തി പറ്റുവാണെങ്കിൽ വേഗം പോയി കുമ്പസാരിച്ച പാപങ്ങളിൽ ഏറ്റു പറഞ്ഞ് വിടുതൽ പ്രാപിക്കണം.
അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു ചെറിയ പാപമാണെങ്കിലും വേഗം ഏറ്റു പറഞ്ഞാൽ അത് വിടുതൽ പ്രാപിക്കും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിന് 21-ാം തിരുവചനം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 18:21, വീഴും മുൻപ് വിനീതനാവുക, പാപം ചെയ്ത് പോകും മുൻപ് പിന്തിരിയുക. എന്ന് പറഞ്ഞാൽ പാപം ചെയ്തതിന് ശേഷമല്ല കുമ്പസാരിക്കേണ്ടത്, മറിച്ച് പാപം ചെയ്യുന്നതിന് മുമ്പാണ് കുമ്പസാരിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ എനിക്കറിയാം അല്ലേ? വീഴും മുൻപ് വിനീതനാവുക, പാപം ചെയ്തു പോകും മുൻപ് പിന്തിരിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ 1-2 വളരെ ചെറിയ പാപങ്ങൾ, ലഘുപാപങ്ങൾ സംഭവിച്ചു എന്ന് കരുതുക, പെട്ടെന്ന് പോയി കുമ്പസാരിക്കുക. അങ്ങനെ കുമ്പസാരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ആ കുമ്പസാരത്തിലൂടെ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞ് വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്ന വലിയ ഗൗരവമുള്ള മാരക പാപങ്ങൾ വീഴാതെ ഈ കൃപ നമ്മൾ രക്ഷിച്ചുകൊണ്ട് പോകും. അതാണ് വിശുദ്ധയെ ജീവിച്ചവരെല്ലാം അടുക്കലടക്കം കുമ്പസാരിച്ചവരാണ്. മിസ്റ്റർ ജോൺ ബോൾ മാർപ്പാപ്പ എല്ലാ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് കുമ്പസാരിക്കുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ വായിച്ച ഞാൻ ഓർക്കുകയാണ്. ഓർക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അദൃശ്യ പോരാട്ടം എന്ന പുസ്തകത്തിൽ തന്നെ 145-ാമത്തെ പേജിൽ പിശാച് പരിശ്രമിക്കുന്നത് എങ്ങനെയാണെന്നിരിക്കുന്നറിയാവോ? ഒരു കാര്യം മാത്രം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, പാപം ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ആന്തരിക വിശുദ്ധീകരണം നടത്താനുള്ള നിങ്ങളുടെ നീക്കത്തെ ശത്രു നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നു. കുറച്ച് നീട്ടിവെക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. അതും ഒരു ദിവസമോ അരമണിക്കൂറോ പോലും ആവില്ല, കുറച്ച് സമയം മാത്രം. അതിന് നിങ്ങൾ സമ്മതിച്ചാൽ ഉടനെ തന്നെ അടുത്ത പാപം കൊണ്ടുവരികയായി. നാവ് കൊണ്ടുള്ള ഒരു പാപം കഴിഞ്ഞാൽ ഉടനെ കണ്ണുകൾ കൊണ്ടുള്ള ഒന്ന്, അത് കഴിഞ്ഞാൽ ഉടനെ വേറെ ഇന്ദ്രിയം കൊണ്ടുള്ള പാപം. അപ്പോൾ അങ്ങനെ പല പാപത്തിൽ ചെന്ന് വീഴാൻ കാരണമായിട്ട് തീരും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രഭാഷകൻ 5:7 ഹൃദയത്തിൽ സൂക്ഷിക്കണം. കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ എന്ന് നീട്ടി വയ്ക്കുകയും അരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, രക്ഷപ്പെടാൻ എളുപ്പമാർഗം എല്ലാം പെട്ടെന്ന് തുറന്നു പറയുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 8-9 തിരുവചനങ്ങൾ. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മൾ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവിടുന്ന് വിശ്വസ്തനും നീതിമാനുമാകയാൽ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ചെറിയ പാപങ്ങൾ പോലും ഏറ്റുപറഞ്ഞ് കൃപ നിറച്ച് പാപത്തെ പരാജയപ്പെടുത്തി ഒരു കൃപയുടെ ജീവൻ നൽകാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അനുദപിക്കാൻ ഞങ്ങൾ കൃപ നൽകണമേ. ഹൃദയത്തിൻ്റെ കാഠിന്യം മാറ്റണമേ. മാംസലമായ ഹൃദയം നൽകണമേ. ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ഓരോ വ്യക്തികളുടെ മേലും ഓരോ കുടുംബങ്ങളുടെ മേലും അനുതാപത്തിന് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുന്ന് വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഞാൻ ഇസ്രായേലിന്റെ മേൽ കൃപയുടെയും അനുതാപത്തിന്റെയും ചൈതന്യം പകരും, ഏകജാതനെ പറ്റി എന്നതുപോലെ അവർ പൊട്ടിക്കരയും. ഓ ദൈവമേ, വലിയ അനുതാപത്തിന് കൃപ നൽകണമേ, വലിയ കൃപയുടെ അഭിഷേകം നൽകണമേ. കാര്യങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോ എന്ന നാമം വിളിക്കുന്നിടത്ത് ആത്മാവ് വർഷിക്കപ്പെടും. ആത്മാവ് വരുന്നിടത്ത് അനുതാപത്തിന് കൃപ നിറയും.